പാനൂർ സ്ഫോടന കേസ് 2 ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയെന്ന് പ്രതികളുടെ മൊഴി. അറസ്റ്റിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെന്ന് പരിക്കേറ്റ സംഘത്തലവൻ വിനീഷ് മൊഴി നൽകി. എതിർ വിഭാഗത്തെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്നും മൊഴിയിലുണ്ട്. സജോ ദേവസി ചേരുന്നു വിശദാംശങ്ങളുമായി. സജോ, പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയരുമ്പോഴാണ് അവർ ഇതൊരു കുടിപ്പകയാണ്, ഗുണ്ടാ കുടിപ്പകയാണ് എന്ന മൊഴി നൽകുന്നത്. അപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഭാരവാഹികളായിരുന്ന ആളുകൾ ഉൾപ്പെടെ ഗുണ്ടാസംഘമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗോകുൽ, പ്രതികളുടെ മൊഴി, പോലീസിന്റെ കണ്ടെത്തൽ, അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് മൂളിയത്തോട്, കൈവേലിക്കൽ, പാനൂരിന്റെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 2 ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയാണ് ഈ ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രതികളുടെ മൊഴിയിലടക്കം ഉള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 2 ഗ്യാങ്ങുകൾ തമ്മിൽ നാളുകളായി തർക്കങ്ങളുണ്ടായിരുന്നു. പ്രദേശത്ത് സമീപകാലത്ത് ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അടിപിടി ഉണ്ടായി. അതും ഒരു പ്രധാനപ്പെട്ട തർക്കമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എതിർ ഗ്യാങ്ങിനെ ലക്ഷ്യമിട്ടും അവരെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചും ബോംബ് നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മറ്റൊരു ക്ഷേത്രോത്സവം കൂടി വരാനിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ സംഘർഷത്തിന്റെ സാധ്യതയുണ്ടായിരുന്നു. മൂളിയത്തോട് ഗ്യാങ്ങിനെ നയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷാണ്. വിനീഷ് മറ്റ് സംഘാംഗങ്ങൾക്കൊപ്പം ബോംബ് നിർമ്മാണത്തിനായി ആസൂത്രണം നടത്തി. അതായത് ഷിജാലും അറസ്റ്റിലായ മറ്റുള്ളവരുമൊക്കെ ആ ആസൂത്രണത്തിൽ പങ്കാളികളായി. പോലീസ് മറ്റൊരു കാര്യം പറയുന്നത്, ആ ഒരു വിവരത്തിന്റെ പ്രാധാന്യം എന്നത് ഇതിൽ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നവരല്ല എന്നൊരു വാദമുണ്ട്. CPM അടക്കം അത്തരം ഒരു വാദം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ പോലീസ് പറയുന്നത് അറസ്റ്റിലായവർക്കൊക്കെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പല രീതിയിൽ അറിവുണ്ടായിരുന്നു. എല്ലാവരും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരൊന്നുമല്ല, പക്ഷേ അറിവുണ്ടായിരുന്നു എന്നതാണ് ഒരു വിവരം. മറ്റൊന്ന്, ഈ എതിർ ഗ്യാങ്ങിനെ ദേവാനന്ദ് എന്ന പാനൂർ സ്വദേശിയാണ് നയിച്ചിരുന്നത്. ഈ ദേവാനന്ദും പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ദേവാനന്ദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയിട്ടുണ്ട്. അതായത് ഈ മൊഴികളിലെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പോലീസ് പരിഗണിക്കുന്നു എന്നതാണ്. ഈ അമൽ ബാബുവിനും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലായി ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അമൽ ബാബുവും ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾ ആ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. അത് ഈ ഡിവൈഎഫ്ഐ ഭാരവാഹികളടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ ബന്ധമോ ഇല്ല. ഈ ഒരു പകയുടെ ഭാഗമായി അവരെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഈ അടിപിടിയും സംഘർഷവും കുറച്ചു കാലമായി തുടരുന്നുണ്ടായിരുന്നു. CPM നേതാക്കൾ പറഞ്ഞത് അമൽ ബാബു ഉൾപ്പെടെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അവിടെ ഈ അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയി എന്നതാണ്. അതല്ല ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. ഈ പ്രതികൾക്കെല്ലാവർക്കും, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അമൽ ബാബു ഉൾപ്പെടെ ഉള്ളവർക്ക് എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. അങ്ങനെയാണ് പ്രതികളുടെ മൊഴികളിൽ നിന്ന് പോലീസ് എത്തിച്ചേരുന്ന നിഗമനം. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.